ഹലോ മീൻസ് പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി ജലജയോട് സംസാരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം മാറി നിന്ന് ദേവേനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും ഈ തവണത്തെ പദ്ധതി പൊളിയാൻ സാധ്യതയില്ല. ഇവിടെ ഉള്ളതുങ്ങളൊന്നും ആരാ കരൾ ദാനം ചെയ്തതെന്ന് പറയാത്തിടത്തോളം നമ്മൾ സേഫാണ്. മാക്സിമം കിട്ടാമെന്ന് അത്ര ഒപ്പിച്ചെടുക്കണം. പിന്നെ അവൾക്ക് ആ 10 ലക്ഷം കൊടുക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്ന് പറയും കേട്ടോ. ദേഹം അനങ്ങാതെ അവൾക്ക് ഇപ്പോൾ ഇത്രയും കാശ് കിട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ആ അത് കൊള്ളാലോ, ഇതിപ്പോൾ നമ്മൾ ദേഹം അനങ്ങിയിട്ടാണോ നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് അവളല്ലാതെ ഇപ്പം സഹായിക്കാൻ ആരുമില്ല, തൽക്കാലം കൊടുക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് അഭി പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ഇന്നലെ കൈ തല്ലി ഓടിച്ച പോലീസ് ഓഫീസറിനെ കാണുവാണ് കേട്ടോ. എന്നിട്ട് ചിന്തിക്കോ, ഇയാൾ എന്നെ കണ്ടാൽ എനിക്ക് പണി കിട്ടും, വേറെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് മാറി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേവയാനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നയന അങ്ങ് വരുവാണ്. ഇത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനെ മനസ്സിൽ പറയാണ്, വാ മോളെ ഒന്ന് എന്നോട് എല്ലാ സത്യവും പറ, നീ എനിക്ക് കരൾ തന്നേന്നുള്ള പറയാൻ കേൾക്കാൻ ഞാൻ നോക്കിയിരിക്കുക എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നയനങ്ങ ചെല്ലുവാണ്. നയനങ്ങ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേവേനി എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ഒന്നുമില്ല, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴും പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല അമ്മേ, ഒന്നും പറയാനില്ല എന്ന് പറയുക. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, ആ എങ്കിൽ പിന്നെ മാക്സിമം കാഴ്ച ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെന്താ. അല്ല അമ്മക്ക് കരൾ തന്ന പെൺകുട്ടീനെ എവിടുന്നോ അമ്മയ്ക്ക് അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് കേട്ടു എന്ന് പറയുമ്പോഴേക്കും ദേവേന പറയണം, ആ അത് ശരിയാ, നിങ്ങളാരും പറഞ്ഞില്ല, ഞാൻ കണ്ടുപിടിച്ചു, അമ്മ എന്ന് അബദ്ധമൊന്നും കാണിക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേന തിരിച്ചു വയ്ക്കുന്നുണ്ട്, അതെന്താ ആ പെൺകുട്ടിയല്ല എനിക്ക് കരൾ തന്നതെന്ന് തോന്നാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ, എങ്കിൽ നീ പറ ആരാ എനിക്ക് കരൾ തന്നതെന്ന് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇത് നേരെ ഒന്ന് മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലുള്ള പലർക്കും ഞാൻ അമ്മയ്ക്ക് കരൾ കൊടുത്തതെന്നും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ആര് വേണേലും ഈ സാഹചര്യം ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിനിടയ്ക്കൊന്നും ആരോ കളിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാ എന്ന് പറയും കേട്ടോ. അമ്മേനെ ആരെങ്കിലും അങ്ങനെ പറ്റിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം, എന്താ കാര്യങ്ങളൊന്നും നോക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് അബി ആ പെൺകൊച്ചിൻ്റെ വീട്ടിൽ ചെല്ലുവാണ്. അപ്പോഴേക്കും ആ പെണ്ണിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഒരു കാലത്ത് എൻ്റെ മോളെ സ്നേഹിച്ച് കുറേ കൂടെ കൊണ്ട് നടന്ന് ലാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചു കളഞ്ഞതാണ്. ഇനി അവളെ കൊണ്ട് ഓരോ ഇട കൊടുത്ത് ചാടിക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അവ പറയുന്നുണ്ട്, വെറുതെ ഒന്നും അല്ലല്ലോ, അങ്ങനെ ഞാൻ സ്നേഹിച്ച് പറ്റിച്ചു എന്ന് തോന്നിയോണ്ടല്ലേ ഇപ്പോൾ അവൾക്ക് ഒരു കാശിൻ്റെ ആവശ്യം വന്നപ്പം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്, അല്ലാതെ എനിക്കെന്ത് ലാഭം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നീ പറയണ്ട, നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഒരേടാ കൂടെ അല്ലാതെ നീ എനിക്ക് വെറുതെ 10 ലക്ഷം തരുവാന്ന്, അതൊന്നും അല്ലല്ലോ, എന്തൊക്കെ പണി വന്നാലും ഇനി അതും സഹിക്കണ്ടേ ഞാൻ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അത് കൊള്ളാലോ, ലാഭം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയിലുള്ള എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം, നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പെണ്ണൊന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പോഴേക്കും പറയുന്നുണ്ട്, ആ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കി നിൽക്കുക എന്ന് പറഞ്ഞ് അഭി നേരെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി വെള്ളം അടിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അഭി ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ആ ഹോട്ടൽ എങ്ങനെയും മേടിക്കണം, അതിൻ്റെ ലാഭം ആണേലും നഷ്ടമാണേലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ സ്ഥിരം എനിക്കൊരു തുക വീട്ടിൽ കിട്ടിയിരിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് ഒത്തിരി രാത്രി ലേറ്റായിട്ടാണ് അഭി വീട്ടിൽ വരുന്നത്. കുടിച്ചിങ്ങനെ വരുന്ന അഭിയെ കാണുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള നീ പുറത്ത് കിടക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അനന്തപുരിയിലെ കൊച്ചുമോനായി ഞാൻ പുറത്ത് കിടന്നിട്ട് നീ അകത്ത് കിടക്കണമോ, അതിന് നിനക്ക് എന്ത് യോഗ്യത അടിയുള്ളത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. നവ്യ പറയുന്നുണ്ട്, കൊച്ചുമോൻ എന്ന് പറയാൻ നീ കുടുംബത്തിലൊന്നും അല്ലല്ലോ, പിന്നെ നീ കുടുംബത്തിലാണെന്ന് കണക്കാക്കുവാണെങ്കിൽ നിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും അതേ സ്ഥാനം തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയുകയാണ്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, എന്നോടൊന്നും വേണ്ടിയിട്ടൊരു കാര്യമില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറി പോവാട്ടോ. പിറ്റേ ദിവസം രാവിലെ ദേവയാനി പുറത്തു പോകാൻ വേണ്ടി റെഡിയായിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തു പോവാം, 2 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ, എന്നും അടുക്കളയിലെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കുന്നത്, ഇപ്പം തൽക്കാലം നീ ജലജയും കൂടെ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാട്ടോ. അപ്പോഴും ജാനകി പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞത് ഞാനും വരാമായിരുന്നല്ലോ എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് ദേവേനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജലജയോട് ജാനകി പറയാം, എവിടേക്കാണെന്ന് അറിയത്തില്ല, അവർ കെട്ടിയൊരുങ്ങി പോയിട്ടുണ്ട്, ഇപ്പോൾ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. നേരെ ആയിരുന്നു അബീനെ കാണാനാണ് കേട്ടോ ദേവേനി. അപ്പോഴേക്കും ദേവയാനിയോട് അബി പറയുന്നുണ്ട്, ആ പെൺകൊച്ച് ആദർശം എല്ലാവരും പറഞ്ഞ പോലെ കല്യാണം കഴിച്ചൊന്നുമല്ല, ഒരു സാധാ ഒരു പെൺകുട്ടിയാണ്, ഇതുവരെ കല്യാണമൊന്നും നടന്നിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവേനി പറയും, അവരെങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ, സത്യം അവർ പറഞ്ഞിരുന്നെങ്കിൽ വലിയ അമ്മയെ ഇപ്പോഴേ ആ പെണ്ണെ കൊണ്ട് കാണിക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴും ദേവേനി പറയണം, ആ ഇപ്പം അവൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുക്കണം, ഇനി കല്യാണം ആവുന്ന സമയത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ്, വലിയ താമസിക്കാതെ അവളുടെ കല്യാണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലും കുറേ കാശ് തട്ടണം എന്ന് ചിന്തിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ദേവേനി നിൽക്കുന്നുണ്ട്, വാ എന്നാൽ നമുക്ക് വീട്ടിൽ പോയി കാണാം പെങ്കൊച്ചിനെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും അഭി ഭയങ്കര ഹാപ്പി ആയിട്ട് കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ.
അത് കഴിയുമ്പോൾ നയൻ ഈ കാര്യങ്ങളെല്ലാം ജയനോടും പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആരോ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടെന്നാണ് മോളെ തോന്നുന്നത്, എന്താ ചെയ്യുന്നത്, സത്യമായിട്ട് പറയാനും പറ്റത്തില്ല, ഇതെന്താ ദേവേനയുടെ മനസ്സിലെന്ന് അറിയത്തുമില്ല. അങ്ങനെ ഇവരെല്ലാം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.